ബി.ജെ.പിയുടെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞ ജൂലൈയിൽ തിരുവനന്തപുരത്തെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കുമെന്നും ഇതിനു മുന്നോടിയായി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 25% വോട്ട് നേടുമെന്നുമായിരുന്നു ആ പ്രഖ്യാപനം. പിന്നാലെ 10,000 വാർഡുകളിൽ ജയിക്കുകയെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ടാർഗറ്റ് പ്ലാൻ തയ്യാറാക്കി പ്രവർത്തനം തുടങ്ങി. പ്രചാരണവേദിയിലും അരയും തലയും മുറുക്കി പാർട്ടി രംഗത്തിറങ്ങി. 10% വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനായില്ലെന്ന തിരിച്ചടിക്കിടയിലും മികച്ച വിജയമുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബി.ജെ.പി. കേരള ഘടകം. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ തലസ്ഥാന കോർപ്പറേഷൻ പിടിക്കാനായെങ്കിലും അമിത്ഷായുടെ ടാർഗറ്റിന്റെ അടുത്തെങ്ങുമെത്താൻ പാർട്ടിക്കായില്ല. 25% വോട്ട് ലക്ഷ്യമിട്ടപ്പോൾ ലഭിച്ചത് 14.71% മാത്രം. 2020 തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതത്തിൽ നിന്ന് 3% താഴെ. 10,000 വാർഡുകൾ ലക്ഷ്യമിട്ടപ്പോൾ 2,000 പോലും ജയിക്കാനായില്ല. നഗരസഭകളിലെ നേട്ടം തൃപ്പൂണിത്തുറയിലൊതുങ്ങി. പാലക്കാട്ടെ കേവല ഭൂരിപക്ഷം കൈവിട്ടു. ശബരിമല പ്രക്ഷോഭത്തിന് പിന്നാലെ പിടിച്ചെടുത്ത പന്തളത്ത് ഭരണം നഷ്ടമാവുകയും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. ഗ്രാമമേഖലയിലാണ് വമ്പൻ തിരിച്ചടി. ഒരൊറ്റ ബ്ലോക്ക് പഞ്ചായത്തിലോ ജില്ലാ പഞ്ചായത്തിലോ അധികാരം പിടിക്കാനായില്ല. രാഷ്ട്രീയ വോട്ടുകളായി പരിഗണിക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ ഒരു ഡിവിഷനിൽ മാത്രമാണ് ജയിക്കാനായത്. ഇതെല്ലാം ബി.ജെ.പിയുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തുന്നുണ്ട്. എന്നാൽ തദ്ദേശമല്ല നിയമസഭയെന്നാണ് ബി.ജെ.പിയുടെ മറുവാദം. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിനേക്കാൾ നിയമസഭയിൽ ബി.ജെ.പിക്ക് വോട്ട് കുറഞ്ഞെന്ന കണക്കുകൾക്കും പ്രസക്തിയേറുന്നു. തിരിച്ചടിയുണ്ടെന്ന വിലയിരുത്തലിൽ പ്രവർത്തന രീതിയിൽ മാറ്റങ്ങൾക്കൊരുങ്ങുകയാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. വോട്ട് കുറഞ്ഞത് പരിശോധിക്കുമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. 26-ാം തീയതി നമുക്ക് കണ്ടുപിടിക്കാം. കുറച്ച് സസ്പെൻസ് അങ്ങനെ ആയിക്കോട്ടെ. ബി.ജെ.പിയുടെ നിയമസഭാ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റോ?